ഹായ് ഫ്രണ്ട്സ്, ലാസ്റ്റിലെ വീഡിയോയിൽ നമ്മുടെ സ്ക്രാച്ച് റെസ്റ്റിന്റെ ടിപ്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സ്ക്രാച്ച് റെസ്റ്റിന്റെ എങ്ങനെ തടയാനുള്ളതിന്റെ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ലെൻസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽ പറയുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ സ്ക്രാച്ച് റെസ്റ്റിന്റെ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമ്മളെ വിപണിയിൽ ഒരുപാട് ലെൻസസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് മെയിൻ കമ്പനീസ് ആയിട്ടുള്ള എസ്ലോർ അതുപോലെ തന്നെ സൈസ് എന്ന രണ്ട് ബ്രാൻഡ്സ് ആണ്. അതിൽ തന്നെ നമുക്ക് സ്ക്രാച്ച് റെസ്റ്റിന്റെ കോട്ടിങ് ഒന്നുകൂടി ഹൈ എൻഡിൽ നിൽക്കുന്നതുണ്ട്, നോർമൽ സ്ക്രാച്ച് റെസ്റ്റിന്റെ കോട്ടിങ് ആയിട്ട് നിൽക്കുന്നതുണ്ട്. ഇന്ന് നമ്മൾ ഡെലിവറി ചെയ്യാൻ വെച്ചൊരു പ്രൊഡക്റ്റാണ്, നമ്മൾ ക്രിസാൽ റോക്കിൽ വരുന്നൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ ബ്രാൻഡഡ് ലെൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് അതെങ്ങനെ മനസ്സിലാക്കാം? ഈ ബ്രാൻഡഡ് ലെൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഒതന്റിസിറ്റി കാർഡ് പോലെ ഒരു കാർഡ് വരും. അതിൽ നമ്മളുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ടാവും. ഈ സ്കാനർ ഉണ്ടാവും. സ്കാനറിൽ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ലെൻസ് ക്ലീനറിൻ്റെ ഒരു ക്ലോത്ത് സെപ്പറേറ്റ് ഉണ്ടാവും, അതിൻ്റെ ഒരു സൊല്യൂഷൻ സെപ്പറേറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഞങ്ങളെ കസ്റ്റമർ കൊണ്ടുപോകാൻ വെച്ചിട്ടുള്ളത് ക്രിസാൽ റോക്കിൽ പെട്ട ഒരു ലെൻസാണ്, പ്രോഗ്രസീവ് ലെൻസാണ്. ഇതിൽ ക്ലിപ്പ് ഓൺ ടൈപ്പ് വരുന്നതാണ്. ഇതിൽ ഈ ഒരു ലെൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സ്ക്രാച്ച് റെസിസ്റ്റൻറ്റിൻ്റെ ആ ഹൈ എൻഡ് കോട്ടിങ്ങിൽ വരുന്നതാണ്. പെട്ടെന്നൊന്നും സ്ക്രാച്ചസ് ആവില്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഒരുപാട് ടെസ്റ്റസ് കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വിപണിക്ക് എത്തിയിട്ടുള്ളത്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇത് ക്രിസാൽ റോക്കാണ്. ഇതുപോലെ തന്നെ നമുക്ക് സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട്. എല്ലാം ആ സ്ക്രാച്ച് റെസിസ്റ്റൻ്റെ കോട്ടിംഗ് ആണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അതിനോട് ഒപ്പം തന്നെ നമുക്ക് ഫോണിൻ്റെ പ്രൊട്ടക്ഷനായ ബ്ലൂ പ്രൊട്ടക്ഷനും ബാക്കി ആൻറ്റി ക്ലെയർ പ്രൊട്ടക്ഷൻ അതുപോലെ തന്നെ ബാക്കി എല്ലാ പ്രൊട്ടക്ഷനും ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ലെൻസസ് ആണ് സൈസ് അതുപോലെ തന്നെ എസ്ലോറും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയാണ് നമുക്കൊരു നോർമൽ ലെൻസ് വരിക. ഇത് ഫിറ്റഡ് അല്ലാത്തൊരു ലെൻസാണ്. ഈ ലെൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വരും. ഇതുപോലൊരു ക്ലീനിങ് സംഭവം ഉണ്ടാവും. പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് നോർമൽ ഒരു ഫ്രെയിമിലേക്ക് ഇടാണ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ബ്ലോ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ബ്ലോ മാർക്ക് കാര്യങ്ങൾ അതിന് കാണിക്കും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആ ബ്ലോ മാർക്ക് ഉണ്ടോ, അതുപോലെ തന്നെ ഈ ഒരു ഒതന്റിസിറ്റി കാർഡ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ, അതുപോലെ തന്നെ ഈ ഒരു ക്ലോത്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ, അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാസ് ക്ലീനർ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി യൂസിന് നിങ്ങൾക്ക് അത്രയും ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി ഞങ്ങൾ ഷോപ്പിൽ വിസിറ്റ് ചെയ്യുക. ഒരുപാട് ഓഫേഴ്സ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. താങ്ക് യു.